ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇതുവരെ കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാണ്. സെപ്റ്റംബർ 15 ഏകദേശം 12:20 അതായത് പുലർച്ചെ 12:20 മാറുന്നത്. ഏകദേശം ഒക്ടോബർ 9 വരെ അവിടെ തന്നെ ഉണ്ടാവും. അതായത് ചിങ്ങരാശിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ ചിങ്ങരാശിയിൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയങ്ങളിൽ ഏതേത് രാശികൾക്കെല്ലാം ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതും ഒന്ന് നോക്കാം. മേടക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 4-ാം ഇടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശുക്രൻ 5-ാം ഭാവപരമായിട്ടുള്ള ചിങ്ങക്കൂറിലേക്ക് മാറുമ്പോൾ പ്രജ്ഞാബന്ധ വിവേകശക്തി പുരാതനം പുണ്യം എന്ന ഒരു ശ്ലോകത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ട് ബുദ്ധി സംബന്ധമായിട്ടുള്ള പ്രവണതയും ബുദ്ധിശൂന്യതപരമായിട്ടുള്ള പ്രവണത മാറി ബുദ്ധി പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധകൾ കൂടുതലായിട്ട് വരുവാനും കണക്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുവാനും അക്കൗണ്ട് സെക്ഷനിൽ നല്ല വിദഗ്ധപരമായിട്ടുള്ള കൈകാര്യങ്ങൾ ചെയ്യുവാനുള്ള ഐശ്വര്യം അഭിവൃദ്ധിയും വിവേക ബുദ്ധിയും ഉണ്ടാവും എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മഹാവിഷ്ണു പ്രീതിയും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹായസ്ഥാനാധിപനും വിഘ്നസ്ഥാനാധിപനുമായിട്ടുള്ള ആളാണ് മേടക്കൂറുകാർക്ക് ഇപ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം നീങ്ങി ഐശ്വര്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കും തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സഹായഹസ്തങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മറനീക്കി ഉണർന്നു വരുവാനുള്ള സാധ്യതകളും മേടക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയണത്. അപ്പോൾ മേടക്കൂറുമല്ല ഇടവക്കൂറുകാർക്കാണെങ്കിൽ 4-ാം ഇടമായിട്ടുള്ള സുഖസ്ഥാനത്തിലേക്ക് ഇടവക്കൂറിൻ്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ തന്നെ 4-ാം ഇടത്തിൽ സുഖസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് വളരെ സുഖപരമായിട്ടുള്ള അനുഭവങ്ങളും സുഖനിദ്രകളും സുഖപരമായിട്ടുള്ള വാഹനയാത്രകളും സുഖഗമമായിട്ടുള്ള വാഹനത്തിലൂടെയുള്ള യാത്രയും യാത്ര അനുഭൂതിയും വാഹന വിപണികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും ഉദ്യോഗ കയറ്റവും അതുപോലെ തന്നെ വാഹന ഗതാഗത സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിലും തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും യഥേഷ്ടം സുഖകരമായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ 4-ാം ഇടം എന്ന് പറയുമ്പോൾ അവിടെ മാതാ സുകർമാതുല ബാഹുനയെ ക്ഷേത്രം സ്വഭാവനമാസനച്ച സേനച്ച നല്ല ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുസമൂഹങ്ങളായിട്ട് നല്ല കൂട്ടത്തം കൂടുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബന്ധുക്കളുടെ വരവുകൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പുതിയ ഭവന നിർമ്മാണം നൽകുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഭവന നിർമ്മാണം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരണത്തിൻ്റെ അടുത്ത് എത്തുകയും ഗൃഹപ്രവേശത്തിനുള്ള ഒരുക്കങ്ങൾ വരികയും ചെയ്യുന്ന സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അവസാന മിനുക്കുപണികളെല്ലാം ഭൂമി സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം അത് മോടി പിടിപ്പിക്കുന്നതിലുള്ള തിരക്കും എത്രത്തോളം മോടി പിടിപ്പിക്കാൻ പറ്റുമോ എത്രത്തോളം സുഖകരമായി വയ്ക്കാൻ പറ്റുമോ അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം എങ്ങനെ അലങ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതികളും ഇവരെ നല്ലപോലെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ ഭവനം നല്ല വൃത്തിയായും അനുഭവത്തിന് യോഗ്യമായിട്ടുമുള്ള ഒരു നിരീക്ഷണത്തിലൂടെ ഇവർ കടന്നു പോകും എന്നതിൽ യാതൊരു സംബന്ധമില്ല. മാതാവിനെ നല്ലപോലെ പരിപാലിക്കുന്നത് മൂലം മനസുഖം കിട്ടും എന്നുള്ളത് പറയുന്നത് മനസമാധാനം. ഇതുവരെ മനസമാധാനം ഉള്ളില്ലാത്തവരാണെങ്കിൽ മനസമാധാനം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് മനസമാധാനം കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ ഇവർ കാണുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ സിനിമാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർ വളരെ ഉചിതപരമായിട്ടുള്ളൊരു കാലം തന്നെയാണ്. സഹായഹസ്തങ്ങളുണ്ടാവും. മിഥുനക്കൂറ് തന്നെ സിനിമാ മേഖലയിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് താരങ്ങളും ടെക്നീഷ്യനുകളും മിഥുനക്കൂറിലുള്ളത് കാരണം കൊണ്ട് തന്നെ കായികപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു രാശിമാറ്റം തന്നെയാണ് ശുക്രനെ കൊണ്ട് ഇവർക്ക് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരുവിധ സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു കൊള്ളട്ടെ. അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് ശുക്രൻ്റെ രാശിമാറ്റത്തിൽ ഗുണാനുഭവങ്ങൾ നല്ലപോലെ പ്രതീക്ഷിക്കാം. അതായത് ധനവരവിനെയാണ് ഇതുവരെ ധനസ്ഥാനത്ത് നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സഹായസ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കും ശുക്രൻ സഹായത്തിൻ്റെ ഏതെല്ലാം വിവരത്തിൽ സഹായിക്കാൻ പറ്റും. ശുക്രൻ്റെ കാരകത്വം വിവാഹകാരകത്വമാണ്, കായിക കാരകത്വമാണ്, കാമത്തിൻ്റെ കാരകത്വമാണ്, വിവാഹകാരകത്വമാണ്, വാഹനത്തിൻ്റെ കാരകത്വമാണ്. അതുപോലെ തന്നെ
മോടി പിടിപ്പിക്കാനും സുഗന്ധ വസ്തുക്കളുടെയും വസ്ത്രമേഖലയുടെയും കാരണം ഈ വിപണികളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള പ്രവണതകൾ കൂടുതലായിട്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയത്ത് കർക്കിടകക്കൂറിൽപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ ഇതുവരെ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ നല്ലതല്ല. ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ വന്നിരിക്കുന്ന ശുക്രൻ വളരെ അനുകൂലപരമായിട്ടുള്ള ശുക്രൻ തന്നെയാണ്. അത് കാരണം ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളും ധനലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും വാഹന വിപണികളിൽ നല്ല ലാഭം കൊയ്യുവാനുള്ള സാധ്യതയും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള ധനം കൈവന്ന് ചേരുവാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിച്ച് തരുന്ന ഒരവസ്ഥയും ഉണ്ടായി വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ പലവിധ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരിതാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും അതിനോടനുബന്ധിച്ച് സംബന്ധമായിട്ടുമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ളൊരു നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ശുക്രൻ 2-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധനം, വാക്ക്, കുടുംബം എന്നീ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഐശ്വര്യപരമായിട്ടുള്ളതുണ്ടാകും. അതുപോലെ തന്നെ വാക്കാൽ പ്രവർത്തിക്കുകയും വാക്കാൽ ജോലിയെടുക്കുന്നവർക്കും ഈ കൊടുക്കൽ വാങ്ങലുകൾ തമ്മിലുള്ള പ്രവണതയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ് കർക്കിടകക്കൂറുകാർ കാത്തിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേകപരമായിട്ട് പറയുകയാണെങ്കിൽ വസ്ത്രമേഖലയിൽ നിന്ന് നല്ല ലാഭം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവരാണെങ്കിലും കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പുരാതന സംബന്ധമായിട്ടുള്ള പൂർവികപരമായിട്ടുള്ള വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ശിലകളും അതുപോലെ തന്നെ പ്രതിമകളും വിൽക്കുന്നവർക്കാണെങ്കിലും വളരെ കൂടുതലായിട്ടുള്ള അനുഭവ ഗുണങ്ങൾ കാണുന്നുണ്ട്. വാഹന വിപണികളിൽ നല്ല മുന്നേറ്റം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭവന നിർമ്മാണം മോടി പിടിപ്പിക്കാനും അവനവൻ്റെ ബെഡ്റൂമിൽ കുറച്ച് മേക്കപ്പ് പണികൾ നിർത്തുവാനും വൃത്തിയായി സൂക്ഷിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രതിസുഖം നല്ലപോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സംഭാഷണത്തിൽ പുതിയ പുതിയ വാക്കുകൾ തിരഞ്ഞെടുത്ത് പ്രയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ കീഴ്പ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ അവരെ രസിപ്പിക്കാം എന്നുള്ളതിൽ നല്ല ആസക്തിയും നല്ല ധൈര്യവും നല്ല സുഖവും തോന്നിക്കുന്ന രസത്തിലുള്ള ഒരനുഭവം തന്നെ ഇവർക്ക് ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ശുക്രൻ്റെ രാശി മാറ്റത്തിൽ സംഭവിക്കാവുന്ന ഓരോരോ രാശിക്കാർക്കുള്ള മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശിക്കാർക്കുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം.